ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടെറസ് ഗാർഡനിലാണ്. ഞങ്ങളുടെ ടെറസ് ഗാർഡനിലെ ഒരു കുഞ്ഞ് ചീര വിളവെടുപ്പാണ് നടത്തുന്നത്. നമ്മൾ ചീര നട്ടിരിക്കുന്നത്, മാവൊക്കെ നട്ടിരിക്കുന്ന ഡ്രമ്മിൽ തന്നെയാണ് ചീരയും പാകിയത്. അത് നമ്മൾ മാറ്റി നടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പാകിയത്. പക്ഷേ മാറ്റി നടാനായിട്ട് പറ്റിയില്ല, നമുക്ക് മണ്ണൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് അവിടെ തന്നെ നിന്ന് വലുതായി പറിക്കേണ്ട ഒരു പാകമായി. തിങ്ങി വന്നതുകൊണ്ട് അത്ര നല്ല ആരോഗ്യത്തോടെ ഒന്നല്ല വളർന്നിരിക്കുന്നത്. നമ്മൾ മാറ്റി നട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ആരോഗ്യത്തോടെ കൂടെ അത് വളർന്നേനെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും പറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് ഏകദേശം പറിക്കാനുള്ള ഒരു പാകമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ യുദ്ധമാണ് അത് പറിക്കാൻ വേണ്ടിയിട്ട്. വിളവെടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ചേച്ചി അനിയനും കൂടെ ഉള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ അതൊക്കെ പറിച്ചെടുത്തു. ഇപ്പം നമ്മളതെല്ലാം 4ആയിട്ട് പങ്കിട്ട്, ഉള്ളത് കുറച്ചാണെങ്കിലും നമ്മൾ 4ആയിട്ട് പങ്കിട്ടു. ഒരു ഭാഗം എൻ്റെ വീട്ടിലേക്കും, ഒരു ഭാഗം അനിയത്തിക്കും, പിന്നെ ഒരു ഭാഗം ശിവദൂട്ടൻ്റെ അംഗനവാടിയിലേക്കും, പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഞങ്ങളങ്ങനെ ഒരു 4ആയിട്ട് പങ്കിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ അംഗനവാടിയിൽ കൊടുത്തു, പിന്നെ അനിയത്തിയുടെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ അമ്മ അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല, അവർ പുറത്തായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ കാത്തു നിന്നിട്ട് അവരെത്തിയിട്ടില്ലായിരുന്നു. ചീര അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാന്നൊക്കെ കരുതി. നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ചീര എന്നാൽ കറി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ചെന്നത്. പക്ഷെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവരെയൊന്നും കണ്ടില്ല. അവസാനം ഞാനും കൊലുസും കൂടെ അങ്ങോട്ട് കയറി അടുക്കളയിലേക്ക്. സാധാരണ നമ്മൾ കല്യാണം കഴിച്ച് പോകുന്ന പെൺമക്കൾ വീട്ടിൽ നിൽക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പണിയും ഞാൻ ചെയ്യാറില്ല. അനിയത്തി പിന്നെ അമ്മേനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാറുണ്ട്. ഞാൻ മടി പിടിച്ച് അവിടെ ഇരിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ചീര ആയതുകൊണ്ട് ഞാനും കൊലുസും കൂടെ എന്നാൽ കറി വെക്കാന്നൊക്കെ വിചാരിച്ചു. പതിവില്ലാതെ കൊലുസ് മുമ്പിട്ട് നിൽക്കണതാണ്, കാരണം യൂട്യൂബ് ക്യാമറയുടെ മുമ്പിലൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊലുസും ഞാനും കൂടെ തേങ്ങയൊക്കെ ചിരണ്ടി കറികളുടെ സാധനങ്ങളൊക്കെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങളിത് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഞാനും കൊലുസും കൂടെ കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി കുറച്ചെത്തിയപ്പോഴത്തേക്കും അമ്മ വന്നു. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ പതുക്കെ മെല്ലെ ടിവിയുടെ മുമ്പിലേക്ക് പോയി നിന്നു. പിന്നെ എൻ്റെ അമ്മയും കൊലുസും കൂടെ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശിവദൂട്ടൻ അവിടെ വെച്ച് തന്നെ അങ്ങോട്ട് ചോറ് കൊടുത്തിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അച്ഛനും അതിൻ്റെ ഇടയിൽ വന്ന സമയത്ത് അച്ഛൻ അവിടെ ഒരു വാഴയിലേക്ക് വെട്ടി തന്ന് ഞങ്ങൾ അവൻ ആ ഇലയിലിരുത്തി ചോറൊക്കെ വിളമ്പി ചീരക്കറിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ അവൻ ഒരു വാരിയിട്ട് അവൻ പോയി. പിന്നെ അവനെ ചോറ് തീറ്റിക്കാനുള്ള തത്രപ്പാടിലായി ഞങ്ങൾ. ശിവദൂട്ട യൂട്യൂബിൽ ഇടാനാണ്, നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്ന് തിന്ന് എന്നൊക്കെ ഞങ്ങൾ പലതും പറഞ്ഞെങ്കിലും അവൻ ആ ഒരു വാരിയിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോയി. ശിവദൂട്ടം കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയൊന്നുമല്ല, നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ തിരിച്ചു വരാറുള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നേരെ അടുക്കളയിലേക്ക് ചെല്ലും. എന്തൊക്കെ കറിയുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നേരെ ചീരക്കറി വെക്കാൻ കറിയതുകൊണ്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ചോറും കറിയൊക്കെ എടുത്തിട്ട് ചോറുണ്ണാൻ സമാധാനമായിട്ടിരുന്നപ്പോഴത്തേക്കും ശിവദൂട്ടിന് വന്നു. അങ്ങനെ അമ്മയും മോനും കൂടെ ഒരുമിച്ച് അങ്ങനെ ആ പാത്രത്തിൽ നിന്ന് ചോറൊക്കെ കൊണ്ടു. അവനങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അവൻ ചുമ്മാ അമ്മ ഉണ്ടാക്കിയ ഉണക്കച്ചെമ്മീനൊക്കെ പിറക്കി തിന്നുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഞാൻ നല്ല അസലായിട്ട് ചോറൊക്കെ കഴിച്ചു. ആ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അമ്മ എന്ത് കറി ഉണ്ടാക്കിയാലും നമ്മളത് കൊള്ളൂല, ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലും കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് കൊതി വരാറുണ്ട് മിക്കവാറും. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കിയ നല്ല മോരുകറി, പിന്നെ ഉണക്കച്ചെമ്മീനും നമ്മുടെ ചീരയൊക്കെ കൂട്ടി നല്ല അസലായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. ശിവദൂട്ടൻ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാരി തിന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ കൊലുസൂനും ചോറ് വാരി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 3 ആളും വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ആദ്യത്തെ ചോറ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ച ചോറ് കൊലുസു വായിൽ വയ്ക്കുന്നു. അപ്പം തന്നെ ടേസ്റ്റ് പോലും ചെയ്യാണ്ട് സൂപ്പറാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. ബൈ.